ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ജമ്മു കാശ്മീരിന് സമാനമായ രീതിയിൽ ഒരു സൈനിക ഓപ്പറേഷനും ഒപ്പം തന്നെ സൈനിക വിന്യാസവും മറ്റൊരു സംസ്ഥാനത്ത് നടക്കുകയാണ്. സെപ്റ്റംബർ 1 മുതൽ കലാപകലുഷിതമായിരുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തെ കുക്കി തീവ്രവാദികൾ ഇപ്പോൾ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് സാധാരണപ്പെട്ട ജനങ്ങൾക്കും സൈന്യത്തിനും നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലാണ്. എങ്ങനെയാണോ കാശ്മീരിൽ ഭീകരരെ നേരിടുന്നത് അതിന് സമാനമായ രീതിയിൽ ആണ് ഒരു നീക്കം നടന്നിരിക്കുന്നത്. സെപ്റ്റംബർ 1-നായിരുന്നു BSF സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇംഫാൽ വെസ്റ്റിലെ കുട്രിക്കിൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നത്. ഈ ഡ്രോണുകളിൽ ബോംബുകൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു. അതിനുശേഷം നിരവധി ഡ്രോൺ ആക്രമണമാണ് നടന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരം ഡ്രോണുകൾ സർക്കാർ തന്നെ ഈ കാർഷിക ആവശ്യത്തിനും മറ്റും നൽകിയിരുന്ന ഡ്രോണുകളായിരുന്നെങ്കിൽ ഇതിൽ ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു കണ്ടെത്തലിലാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യ പാക് അതിർത്തിയിൽ ഉടനീളം ഇത്തരം ഡ്രോണുകൾ വരുമ്പോൾ വെടിവെച്ചിടുന്ന തോക്കുകൾ ഇപ്പോൾ മണിപ്പൂരിൽ വ്യാപകമായി തന്നെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ഒരു ഗതിയിലേക്ക് ആ സംസ്ഥാനം മണിപ്പൂർ എത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു. കാരണം ഇടയ്ക്ക് ശാന്തതയിലേക്ക് വന്നതാണ്. പക്ഷേ ഇപ്പോൾ കുക്കി തീവ്രവാദികൾ എന്ന് തന്നെ പറയേണ്ടി വരും. കുക്കി തീവ്രവാദികളാണ് വലിയ രീതിയിലുള്ള ബോംബിങ്ങും മറ്റും ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ കാശ്മീരിൽ നടക്കുന്ന സമാനമായ ഒരു ഓപ്പറേഷനിലേക്ക് കേന്ദ്രം നീങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.